ചോദ്യം 10 ആണ്. എന്താ മക്കളെ 10ാമത്തെ ചോദ്യം? ദ അസെൻഡിങ് ഓർഡർ ഓഫ് റിലേറ്റീവ് റേറ്റ് ഓഫ് സോൾവോലിസിസ് ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഇപ്പൊ താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിന്റെ സോൾവോലിസിന്റെ റിലേറ്റീവ് ഓർഡർ ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നമുക്ക് സോൾവോലിസിസ് ഓർ SN1 നമുക്ക് നോക്കാം. സോൾവോലിസിസ് ഓർ SN1 ഓർഡർ ആയിട്ട് നമ്മൾ നോക്കിയാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. It will be directly proportional to stability of carbocation. അപ്പൊ നമ്മൾ ഇവിടുത്തെ കാർബോകാറ്റയോൺസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ സ്റ്റെബിലിറ്റിനെ പറ്റി നോക്കിയാൽ മതി. അല്ലേടാ മക്കളെ? യെസ്. സോ മക്കളെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, എന്താണ് തന്നിരിക്കുന്നത്? ഓക്കെ, എന്താണ് മക്കളെ തന്നിരിക്കുന്നത് നോക്കിയേ. ഫസ്റ്റത്തെ കേസില് നമ്മള് ഇവിടെ എല്ലാ കേസിലും BRനെ റിമൂവ് ചെയ്യാണ്. ഇവിടുത്തെ BRനെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. രണ്ടാമത് ഇവിടുത്തെ BRനെ ഒഴിവാക്കി എനിക്ക് ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. റൈറ്റ്. മൂന്നാമത് ഇവിടുത്തെ BRനെ ഒഴിവാക്കി എനിക്ക് ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടും. നാലാമത് ഇവിടുത്തെ BRനെ ഒഴിവാക്കി എനിക്ക് ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ ഇവരിൽ ഓരോന്നിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ C എന്ന് പറയുമ്പോൾ സിക്ക് ആക്ച്വലി എന്താണ്? C എന്ന് പറയുന്നത് the carbocation is actually resonance stabilized. രണ്ട് ഫീനൈൽ റിംഗിന്റെ ഇടയിലുള്ള ഒരു കാർബോകാറ്റയോൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിച്ച് മീൻസ് അത് ഹൈലി റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ വേണ്ടത് സിക്കാണ്. ഓക്കെ, സിക്ക് ഏറ്റവും കൂടുതലുള്ള രണ്ട് ഓപ്ഷനേ നമ്മുടെ കയ്യിലുള്ളൂ. അടുത്തത് എവിടെ വരും? ബി വരും. അല്ലേടാ മക്കളെ? അടുത്തത് നമുക്ക് എവിടെ വരും? ബി വരും. കാരണം ബിയിൽ എന്തുണ്ട്? റെസണൻസ് സ്റ്റെബിലൈസേഷനിലേക്ക് പോകും. സോ ഏറ്റവും സ്റ്റേബിൾ ഇതാണെങ്കിൽ നെക്സ്റ്റ് വിൽ ബി ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. സോ മക്കളെ അടുത്ത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കേസിലാണെങ്കിൽ 2, 2, 3 ആൽഫ ഹൈഡ്രജൻ, മൊത്തം 7 ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവും. ഈ ഒരു കേസിലാണെങ്കിൽ 3, 1, 4 ആൽഫ ഹൈഡ്രജൻ ആണുള്ളത്. സോ അടുത്ത ഏതാ മക്കളെ വരിക? നമുക്കവിടെ ചോദ്യം വരുന്നില്ല, കാരണം ഇപ്പൊ തന്നെ എന്താണ് സി കഴിഞ്ഞാൽ ബി വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ അടുത്ത ഏത് വരണം? ഏതന്നെ വരുള്ളൂ. സോ അതെങ്ങനെ വരിക മക്കളെ? നോക്കിയേ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും, ആൻഡ് ലാസ്റ്റ് വിൽ ബി ഇവിടെ നമുക്കൊരു പോസിറ്റീവ് ചാർജ് വരും. സോ ദിസ് വിൽ ബി ദ ഓർഡർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ ഏറ്റവും കൂടുതൽ ആർക്കാണ്? സിക്ക്. സി കഴിഞ്ഞാൽ ബിക്ക്, ബി കഴിഞ്ഞാൽ എ, എ കഴിഞ്ഞാൽ ഡി. ഓർ ഡിക്ക് ഏറ്റവും കുറവ്, അത് കഴിഞ്ഞാൽ എ, അത് കഴിഞ്ഞാൽ ബി, അത് കഴിഞ്ഞാൽ സി. ദിസ് വിൽ ബി ദ ഓർഡർ. അപ്പൊ കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് റേറ്റ് ഓഫ് സോൾവോലിസിസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് സോൾവോലിസിസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നതിന്റെ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ we can get this answer.